ഹായ് ഫ്രണ്ട്സ്, ചങ്ങായി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ വിം ലിക്വിഡ് തയ്യാറാക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ലിക്വിഡ് തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് ഞാനിവിടെ 2 കിലോ അളവിൽ ഇലുമ്പൻപുളി എടുത്തിട്ടുണ്ട്. പുളിച്ചിക്ക എന്നൊക്കെ പറയുന്നത് തന്നെയാണ്, നമ്മുടെയൊക്കെ നാട്ടിൽ ഇലുമ്പൻപുളി എന്ന് പറയും. അപ്പോൾ ഇലുമ്പൻപുളിയൊക്കെ ഞാനൊന്ന് കഴുകി ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിലിപ്പോൾ ഇലുമ്പൻപുളിയുടെ സീസൺ ആണല്ലോ. മിക്ക വീട്ടുകളിൽ ഇത് പാഴിപ്പോയിട്ട് തറയിൽ കിടക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ കാണുന്നുണ്ട്. ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ പിടിച്ചിട്ടുള്ള ഇലുമ്പൻപുളിയാണ് കേട്ടോ. ഞാൻ ഇലുമ്പൻപുളി നമ്മുടെ ഇവിടെ പിടിക്കുന്ന സമയത്തെല്ലാം ഞാൻ ഇങ്ങനെ ലിക്വിഡുകൾ ഉണ്ടാക്കി വെക്കാറുണ്ട്. എനിക്ക് എങ്ങനെ പോയാലും ഒരു 5-6 മാസത്തേക്കുള്ള ലിക്വിഡ് ഞാൻ ഒരുമിച്ച് തന്നെ തയ്യാറാക്കി വെക്കും കേട്ടോ. ഇപ്പോൾ ഇലുമ്പൻപുളിയിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ നമുക്കിതിനെ ഒന്ന് വേവിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ ഇലുമ്പൻപുളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം വെച്ച് മൂടി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തണുത്തിട്ട് നമുക്കിതിനെ ഒന്ന് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇലുമ്പൻപുളിയുടെ ചൂടെല്ലാം പോയിട്ട് നല്ലതുപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് നമ്മൾ ഈ ഇലുമ്പൻപുളി തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ, അതൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇത് കളയേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ ഒരു ലിക്വിഡിൽ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളം ഞാനൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഇലുമ്പൻപുളി വേവിച്ചതിനെ ഒരു മിക്സിയുടെ ജാറിലേക്കാണ് ഞാൻ മാറ്റി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് പകുതിയായിട്ട് ഇട്ടിട്ട് ഇതിനെ ഒന്ന് പേസ്റ്റ് പോലെ അടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് നിറച്ചിട്ട് അടിച്ചെടുക്കണ്ട, നമുക്ക് പകുതിയായിട്ട് പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കാൻ പറ്റും. നല്ലതുപോലെ തന്നെ ഈ ഇലുമ്പൻപുളി വെന്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അടിച്ചെടുക്കാം. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ നിന്ന് കുറച്ച് മാത്രം ഈ ഒരു ഇലുമ്പൻപുളിയിലേക്ക് ഒഴിച്ചെടുക്കുക. നിറച്ചും വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ, എന്നിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ചാടാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇലുമ്പൻപുളിയും വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, വിം ലിക്വിഡിൻ്റെ അതേ കളറിന് വേണ്ടിയിട്ടാണ് അത് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ജ്യൂസി ആക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. നമ്മുടെ ജ്യൂസ് അരിപ്പുണ്ടല്ലോ, ജ്യൂസ് അരിപ്പ് വെച്ചിട്ട് നമുക്കിതിലേക്ക് അരിച്ചൊഴിക്കാവുന്നതാണ്. ഇത് അതിൻ്റെ തൊത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിൽ തൊത്തെടുക്കണില്ല. കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ഏറെ നാൾ ഞാനിത് വെച്ചിരുന്ന് ഉപയോഗിക്കുന്നതായതുകൊണ്ട് തന്നെ ജ്യൂസ് മാത്രമാണ് എടുക്കാറുള്ളത്. അതിൻ്റെ തൊത്ത് ഞാൻ എടുക്കാറില്ല കേട്ടോ. തൊത്തും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ദിവസം മാത്രമേ ഇരിക്കത്തുള്ളൂ. നമ്മൾ ജ്യൂസ് മാത്രമാണ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വർഷങ്ങളോളം ഇത് കേടുകൂടാതെ തന്നെ സൂക്ഷിക്കാനും പറ്റുന്നതാണ്. അപ്പോൾ 2 പാർട്ടായിട്ടാണ് ഞാൻ ഈ ഒരു ജ്യൂസിനെ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. ഇത് അത്രയ്ക്കും വലിയ ഇതായിട്ടൊന്നും വേസ്റ്റൊന്നും ഉണ്ടാകില്ല. കുറച്ച് മാത്രമേ നമുക്കിതിൽ കളയാനായിട്ടുണ്ടാകുള്ളൂ. അതിൻ്റെ തൊത്ത് കുറച്ച് മാത്രമേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. കണ്ടോ, അതിൻ്റെ നീരൊക്കെ നല്ല രീതിക്ക് ഞാനൊന്ന് ഞെക്കിപ്പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു തൊത്ത് നമുക്ക് കളയാവുന്നതാണ് കേട്ടോ. അടുത്ത പോർഷനും കൂടി ഞാൻ അതേപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജ്യൂസൊക്കെ എല്ലാം ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വിം ലിക്വിഡിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ജ്യൂസിൻ്റെ വേസ്റ്റൊക്കെ ഞാനൊന്ന് മാറ്റിയിട്ട് ലിക്വിഡ് മാത്രമാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലിക്വിഡ് കുറച്ച് ലൂസായിട്ടിരിക്കണമെങ്കിൽ കുറച്ചുകൂടി തിളപ്പിച്ച് ആറ്റിയ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കുറച്ച് നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ജെല്ല് രൂപത്തിൽ കിട്ടണമെങ്കിൽ ആ ഒരു നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള രീതിയിൽ തന്നെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഇലുമ്പൻപുളി കൊണ്ടുള്ളൊരു ലിക്വിഡ് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോസും കൂടി പോയി കണ്ടേക്കണം കേട്ടോ.
അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 2 വലിയ സ്പൂൺ അളവിൽ സോഡ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, ബേക്കിംഗ് സോഡ, അപ്പക്കാരം എന്നൊക്കെ പറയുന്ന സോഡ ഉണ്ടല്ലോ, ആ സോഡയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോയിൽ ഞാൻ വിനാഗിരി കൂടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സോഡ ചേർത്തതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് അളവിൽ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലിക്വിഡിൽ ഞാൻ വിനാഗിരി ചേർക്കുന്നില്ല, സോഡാപ്പൊടി മാത്രമാണ് ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ സോഡാപ്പൊടി 2 വലിയ സ്പൂണിന് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എത്രയാണ് ഈ ഇലുമ്പൻ പുളി എടുക്കുന്നത് അത്രത്തോളം സോഡാപ്പൊടിയും ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 കിലോ അളവിലാണ് ഇവിടെ ഇലുമ്പൻ പുളി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2 വലിയ സ്പൂൺ അളവിൽ സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു ലിക്വിഡ് തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് നല്ല കുഴിയുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് പതഞ്ഞ് പൊങ്ങി പുറത്തേക്ക് ചാടിപ്പോകാനായിട്ട് സാധ്യത കൂടുതലാണ്. ഞാൻ എടുത്ത പാത്രം കുറച്ച് ചെറുതായി പോയത് കൊണ്ട് തന്നെ എൻ്റെ ലിക്വിഡ് കുറച്ചൊന്ന് പുറത്തേക്ക് ചാടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതേപോലെ പതഞ്ഞ് പൊങ്ങി നല്ല രീതിക്ക് വരുന്നത്. ഇനി ഇത് പതഞ്ഞ് പൊങ്ങും. അപ്പോൾ ഞാൻ എടുത്ത പാത്രം കുറച്ചൊന്ന് ചെറുതായി പോയി, അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചൊന്ന് അത് പുറത്തേക്കും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തത് കൊണ്ട് കുറച്ച് മാത്രമേ എനിക്ക് പുറത്തോട്ട് അങ്ങ് ചാടിപ്പോയിട്ടുള്ളൂ. കണ്ടോ, ഇതേപോലെ പതഞ്ഞ് പൊങ്ങി വരും കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയത് കൊണ്ട് എനിക്ക് കുറച്ച് മാത്രമേ പുറത്തേക്ക് ചാടിപ്പോയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പം വലിയൊരു പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ക്വാണ്ടിറ്റി കൂട്ടി ഉണ്ടാക്കുന്ന സമയത്ത് വലിയ പാത്രം യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇതാ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം പതയൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പാത്രത്തിൽ തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. അപ്പം എന്താ നമ്മുടെ ആ ഒരു സ്ലാവിൻ്റെ പുറമൊക്കെ ഒന്ന് ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 പാത്രത്തിലേക്കായിട്ട് നമ്മുടെ ലിക്വിഡും ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മണത്തിന് വേണ്ടിയിട്ട് ഞാൻ കംഫർട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. കംഫർട്ട് നിർബന്ധമുള്ള ഒരു കാര്യമേ അല്ല, കംഫർട്ട് ഒഴിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഷാമ്പൂ ഉണ്ടെങ്കിൽ ഷാമ്പൂ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ലിക്വിഡിനൊരു പ്രത്യേക മണം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് സോഡാപ്പൊടിയും ഇലുമ്പൻ പുളിയും വെച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഫുഡ് കളറൊന്നും ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല, അതൊക്കെ ഓപ്ഷനിലാണ്. ഞാൻ ഒരടപ്പ് കംഫർട്ട് ഒഴിച്ചിട്ടുണ്ട്. 2 ലിക്വിഡിലും ഞാൻ കംഫർട്ട് ഒരേ അടപ്പ് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കംഫർട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. അപ്പോൾ നമുക്ക് ഫ്ലോർ ക്ലീൻ ചെയ്യാനാണെങ്കിലും ബാത്റൂം ക്ലീൻ ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലൊരു മണം ഒരാഴ്ചയോളം തന്നെ നമുക്ക് തങ്ങി നിൽക്കും കേട്ടോ. വീട്ടിനകത്തൊക്കെ നല്ല മണമായിരിക്കും. 2 ഞാൻ കംഫർട്ടൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറിയൊരു പതയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇനി ഇതിലേക്ക് 15 രൂപ ഒരു പാക്കിൽ വരുന്ന നമ്മുടെ വിം ലിക്വിഡാണ് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഫുള്ളായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, പകുതി മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് പത കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പാക്കറ്റ് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ പത കുറച്ചാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ലിക്വിഡിൻ്റെ പതയൊക്കെ ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ള ലിക്വിഡ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ലിക്വിഡെല്ലാം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഓരോ ബോട്ടിലുകളിലേക്ക് ഇത് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പം ഇതാ ഞാനിവിടെ 5 ബോട്ടിലായിട്ട് നമ്മുടെ ലിക്വിഡൊക്കെ ഞാനൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാൻ വരും കേട്ടോ. കണ്ടോ, ഇതേപോലെ നിങ്ങളുടെ വീട്ടിൽ ഇലുമ്പൻ പുളിയൊക്കെ പാഴിപ്പോണ സമയത്ത് നിങ്ങൾക്കും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഫ്രഷ് ഇലുമ്പൻ പുളി തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. നമ്മുടെ ഇതിൻ്റെയൊക്കെ മൂട്ടിൽ വീണിട്ട് പാഴിപ്പോയി കിടക്കുന്ന ഇലുമ്പൻ പുളിയാണെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ദാ ഇലുമ്പൻ പുളി എല്ലാം ജ്യൂസാക്കിയിട്ട് ഒരേ കുപ്പികളിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി വന്നതിനെ നമുക്കൊന്ന് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് പാത്രങ്ങളൊന്ന് വാഷ് ചെയ്യാനായിട്ട് സിങ്കിലിട്ടിട്ടുണ്ട്. അപ്പോൾ ആ പാത്രങ്ങൾ കൂടി നമുക്ക് വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. എത്ര ചളി പിടിച്ചിരിക്കുന്ന പാത്രങ്ങളാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനും കഴിയും.
നല്ല പെർഫെക്റ്റോട് കൂടി നമുക്ക് വൃത്തിയാക്കിയിട്ട് നമ്മുടെ സിങ്കാണെങ്കിലും അതുപോലെ തന്നെ കിച്ചൺ സ്ലാബ് ആണെങ്കിലും അതേപോലെ നമ്മുടെ ബാത്റൂം ആണെങ്കിലും ഫ്ലോർ ആണെങ്കിലും ഒക്കെ നമുക്കിത് ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും നിങ്ങൾ വീഡിയോ ഇഷ്ടമാവുകയാണ്, നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഇതാ കണ്ടോ, നമ്മുടെ പാത്രങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എത്ര നമ്മൾ കരി പിടിച്ചിട്ട് ചളി പിടിച്ചിട്ടിരിക്കുന്ന പാത്രങ്ങളാണെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും. അധികം പാടൊന്നും വിടാതെ തന്നെ എല്ലാ പാത്രങ്ങളും നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിങ്ക്, എത്ര കറ പിടിച്ചിട്ടിരിക്കുന്ന സിങ്ക് ആണെങ്കിലും എളുപ്പത്തിൽ തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ നിർത്തുവാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതിൽ ഓർമ്മംശം കാണിക്കും, അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.